പഠിച്ചോൻ്റെ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടാ. അപ്പോൾ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു അവയർനെസ് വീഡിയോ ഉണ്ടാ. നമ്മളെ പൈസ പോകാതൊക്കെയുള്ള ഒരു ടിപ്പാണ്. അതായത് ഐഫോൺ യൂസ് ചെയ്യുന്ന പൊതുവെ ആൾക്കാരുടെ അടുത്തൊക്കെ സിലിക്കോണിൻ്റെ കേസ് ഉണ്ടാവുക. പിന്നെ സിലിക്കോണിൻ്റെ കേസ് വേറെ ഫോൺ ഉണ്ടാവുക. സിലിക്കോണിൻ്റെ കേസിലൊരു ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ പോക്കറ്റിൽ പൈസ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഫോണുണ്ട്. നമ്മൾ ഫോൺ വലിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇപ്പോൾ പൈസയും പോരും, ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് ചാടും. അത് ചാടും നമ്മൾ എപ്പോഴും കാണണമെന്നില്ല, അധികം സമയത്ത് നമ്മൾ കാണില്ല. എന്താ പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോൾ 2 പ്രാവശ്യം അനുഭവമുണ്ടായി. ഒരു പ്രാവശ്യം ചാടി പിന്നെ ഞാൻ ഇട്ടില്ല, ബാക്കിൽ നടന്നതിൻ്റെ ചങ്ങായിമാർ 2 ഫോൺ എടുത്ത്. അപ്പോൾ അതെനിക്ക് അത്ര വലിയ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല സാധനം പൈസ ഫോണിൻ്റെ. പിന്നെ അത് പിന്നെ എൻ്റെ മൈൻഡിൽ വെച്ചില്ല. പിന്നെ എൻ്റെ പോക്കറ്റിൽ ഒരു 500 ഉണ്ട് ഫോണുണ്ട്. ഞാൻ ഈ ഫോൺ ഏതൊരു ആവശ്യം ഒരു കടയിൽ നിന്ന് കുറേ പ്രാവശ്യം ഫോൺ എടുത്ത് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫോൺ എടുത്തപ്പോൾ പൈസ പോയിട്ടുണ്ട്. പോയ വിവരം നമ്മൾ അറിയണില്ലല്ലോ. പിന്നെ വീട്ടിലൊക്കെ വീട്ടിലെത്തി ബാക്കി പൈസ അമ്മ കൊടുക്കുക. അമ്മ ചോദിക്കുമ്പോൾ പോക്കറ്റ് കേട്ടപ്പോൾ ഒന്നും കാണില്ല, എംപ്റ്റിയാണ് പോക്കറ്റ്. പിന്നെ വണ്ടി എടുത്താണ് തിരിച്ച് എവിടേക്കൊക്കെ വണ്ടിയിട്ട് പോയി, അവിടെയൊക്കെ തപ്പലോട് തപ്പൽ. അവസാനം ലാസ്റ്റ് മനസ്സിലായി ഞാൻ കുറേ പ്രാവശ്യം മൊബൈൽ ഉപയോഗിച്ച ഏരിയ ആ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവിടെ പോയപ്പോൾ എന്തോ പഠിച്ചോൻ്റെ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടാ. അത് അത്ര ആളില്ലാത്തൊരു ഏരിയ, ആളില്ലാത്തൊരു വർക്ക്ഷോപ്പാണ്, അതായത് ആൾ പെരുമാറ്റമില്ലാത്ത. അപ്പോൾ ഒരു മൂലക്കൊക്കെ എടുക്കേണ്ട പൈസ. അപ്പോൾ പഠിച്ചോന്ന് ഭയങ്കര കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്യൂ പറഞ്ഞാൽ ഈ സിലിക്കോണിൻ്റെ കേസാണ്. സിലിക്കോൺ കേസ് പറയുമ്പോൾ ഒരു റബ്ബർ എഫക്റ്റ് ആയതുകൊണ്ട് പൈസയും ഒട്ടി പിടിച്ചിക്കാണ്ട് വരിക. ഭയങ്കര സീനാണ് മക്കളെ, പൈസ പോവും. അപ്പോൾ ആ കേസിലൊരു ശ്രദ്ധിക്കുക, പൈസ ഉള്ള പോക്കറ്റിൽ തന്നെ ആ ഫോൺ വെക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പോവും ഉറപ്പാണ്.